ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. നമ്മുടെ ബൈക്കിൻ്റെ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി. അപ്പോൾ അത് മാറാൻ വേണ്ടി തിരിച്ചു പോയിരിക്കുകയാണ് പാസ്റ്റർ. അപ്പോൾ ഗൈസ് നോക്ക് എങ്ങനെ കിടക്കുന്ന സ്ഥലം. തികച്ചും bridge totally spoiled. No car can come here. Oh, it's very dangerous. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളടുത്ത ജേർണി ആരംഭിക്കുകയാണ്. ബാഗൊക്കെ കെട്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ബൈക്ക് റെഡിയാണ്, ഞാനും റെഡിയാണ് ഗൈസ്. സോ നമ്മളിവിടെ നിന്ന് ഫോർപ്പോ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി അവിടെയും കാണും 2 ദിവസം. അപ്പോൾ നമ്മുടെ യാത്ര ഇതാണ്. ഇവിടുത്തെ ബൈക്കിൻ്റെ പ്രത്യേകത നമ്പർ പ്ലേറ്റ് ഉണ്ട്, പക്ഷേ നമ്പർ കാണത്തില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതൊക്കെ എല്ലാം ഇവിടുത്തെ മണ്ണിലോടുന്ന വണ്ടി ആയതുകൊണ്ട് അതിൻ്റേതായ കോട്ടങ്ങളും തെറ്റങ്ങളും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ബാഗൊക്കെ കെട്ടി നല്ല നീറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ യാത്ര നേരെ ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്ക്. സ്ലിപ്പർ ഞാനിവിടെ വെച്ചോട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളിത് ഈ ഗ്യാപ്പിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെയായിട്ട് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒഫീഷ്യൽ ചപ്പലാണ്. സോ ബാഗൊക്കെ സേഫാണ്. ഇത് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും എല്ലാം സെറ്റാണ്. നമ്മളിപ്പം വി ആർ അബൌട്ട് ടു സ്റ്റാർട്ട് അവർ ജേണി. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ്. ബുവ കമ്മ്യൂണിറ്റിയെ ബുവ എന്ന് പറയുന്ന ഈ സ്ഥലത്തെ. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ് പാസ്റ്റർ? ബുവ പ്ലേസ് ജീക്കൻ. ഓക്കെ, സോ ജീക്കൻ ഇവിടെയാണ് നമ്മൾ പണ്ട്. അപ്പോൾ നമ്മൾ ബുവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജീക്കൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോവാണ് കേട്ടോ. സോ നമ്മളങ്ങനെ ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഈ യാത്രയിലാണ് ഗൈസ്. ഇതാണ് ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്കുള്ള റോഡ്. ഇവിടെ നിന്ന് വേറെ കറണ്ട് കാര്യങ്ങളൊക്കെ ഇല്ല, പക്ഷേ ഇതേ നോക്ക്. പണ്ട് ഇവിടെ വന്നപ്പം ബുവായിൽ വന്നപ്പോഴത്തേക്കിന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്ക് പോകണം, അവിടെ കാണണമെന്ന്. അങ്ങനെ ആ ലക്ഷ്യം, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്ന കേസ് സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്ന കേസ്. അപ്പം വളരെ സന്തോഷത്തിലാണ് ഞാൻ. ഇങ്ങോട്ടേക്കുള്ള റോഡും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഏകദേശം തുല്യമായിട്ട് തന്നെയുള്ള റോഡൊക്കെ മഴയൊക്കെ പെയ്ത് റോഡൊക്കെ ഫുള്ളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. മഴയ്ക്ക് ചെറുതായിട്ട് മൂടിയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. മഴ പെയ്യുകയാണെങ്കിൽ ഇടാന്നുള്ള ചിന്തയിലാണ് കേട്ടോ. എന്തായാലും ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്കുള്ള സ്വപ്ന യാത്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ തടാകം പോലുള്ള റോഡിൽ തടാകം ഗൈസ്. തടാകം നമ്മൾ യാത്രയിലാണ് ഗൈസ്. ഒരു ഇരുമ്പുപാലമൊക്കെ കണ്ട്. മഴയുടെ ശക്തമായ മഴയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിൻ്റെ തോടൊക്കെ കലങ്ങി എല്ലാം നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശാന്തമായ റോട്ടിലൂടെ ആട്ടും പറ്റങ്ങളുടെ ഇടയിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിനെയൊക്കെ കണ്ടിക്കാൻ വേണ്ടിയാണെന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണൊരു സങ്കടം. അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് പുതിയ പുതിയ വീടുകൾ പണിയുന്നുണ്ട്. ചിലയിടങ്ങളിൽ വിരലിലുണ്ടാവുന്ന നല്ല വീടുകൾ കാണാം. ബാക്കിയെല്ലാം ഇതുപോലെ മണ്ണിൽ പണിത വീടുകളാണ്. അങ്ങനെ വിജനമായ റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് കേസ്. ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. നമ്മുടെ ബൈക്കിൻ്റെ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി. അപ്പോൾ അത് മാറാൻ വേണ്ടി തിരിച്ചു പോയിരിക്കുകയാണ് പാസ്റ്റർ. അപ്പോൾ ഞാൻ തേണ്ട ഇവിടെ വഴിയിലൊരു വീട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ദുരന്തം നിറഞ്ഞ റോഡുകളിലേക്ക് നമ്മളിത് എത്തിക്കഴിഞ്ഞിരിക്കുന്ന കേസ്. സോ ഇനിയും അങ്ങോട്ട് ഇങ്ങനത്തെ റോഡുകളായിരിക്കും. റോഡ് അതാണ്, പക്ഷേ അടുത്ത റോഡ് നമ്മൾ വെട്ടി പോകുന്നതായിരിക്കും. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒന്ന് ബൈക്കിൻ്റെ അത്രയും തന്നെ താഴ്ചയേ ഉള്ളൂ. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഗൈസ്.
We did. നമ്മളങ്ങനെ ഒരു പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. റോഡിൽ തടിയൊക്കെ വീണ് കിടപ്പുണ്ട്. വെള്ളത്തിൽ കുളിച്ചു കഴിയും. തടിപ്പാലാണ് കേട്ടോ. നമ്മൾ പതിവ് പോലെ കാണുന്നത് പോലെ തന്നെ തടിപ്പാലത്തിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. സൈഡിലൊക്കെ മുളങ്കാടാണ് കേട്ടോ, മുളയും. പിന്നെ അതൊരു വനത്തിന് നടുക്കൂടെയുള്ള വഴിയായതുകൊണ്ട് അതിൻ്റെതായ എല്ലാ മരങ്ങളും നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട് അന്തരീക്ഷമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയ. റോഡൊക്കെ നല്ലതാണെങ്കിൽ യാത്രാ സൗകര്യം നല്ലതായിരിക്കും. പക്ഷേ റോഡ് നല്ലതല്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ കേബിൾ പൊട്ടിപ്പോയതുകൊണ്ട് 1 മണിക്കൂറോളം നമ്മൾ താമസിച്ചു. നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ ചിലപ്പോൾ ഇപ്പം സമയം ഏകദേശം 3 മണി 3:30 കഴിയും. അവിടെ ചിലപ്പോൾ സന്ധ്യ കഴിയുമെന്നാണ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അതുപോലെ നല്ല ദൂരമുള്ള യാത്രയാണിത്. ഇതുപോലെ ബൈക്കുകൾ പോയിട്ട് വരുന്നത് മിക്കതും ലഗേജുമായിട്ട് പ്ലീബോയിൽ നിന്നും ഫോർപ്പോ കമ്മ്യൂണിറ്റി അങ്ങോട്ട് പോയിട്ട് വരുന്ന വണ്ടികളൊക്കെ ആയിരിക്കും കേട്ടോ. ഒറ്റയ്ക്ക് വരുന്നതൊക്കെ വലിയ ലഗേജൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. നമ്മൾ വീണ്ടും അതുപോലെ തന്നെ യാത്രയിലുള്ള വഴികളും യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ രാജ്യത്തെ താത്തുകെട്ടുകയാണ്, ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പോരായ്മകൾ മാത്രം കാണിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ നല്ല കാര്യങ്ങളും ഉണ്ട് കേട്ടോ, നല്ല നല്ല കാര്യങ്ങളും ഉണ്ട്. ഈ രാജ്യവും നല്ല മികച്ച രാജ്യം തന്നെയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. അതുപോലെ നല്ല വഴികളും നല്ല റോഡുകളൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കണം, നിങ്ങളുടെ ചിന്തയിലേക്ക് വരരുത് ഈ രാജ്യത്ത് ഫുള്ള് റോഡ് മുഴുവനും ഡാമേജാണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം പ്രശ്നമാണ്, എല്ലാം കൊണ്ടും മോശമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നമുക്ക് 2 ബൈക്കാർ അവിടെ കുടുങ്ങി കേട്ടോ ഗൈസ്. എനിക്ക് വന്നത് എന്നിട്ട് കേട്ടോ. സോ ഗൈസ് നോക്ക്, ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് നമ്മളിവിടെ ക്രോസ് ചെയ്യും. സോ ഗൈസ് നോക്ക് എങ്ങനെ കിടക്കുന്ന സ്ഥലം. തികച്ചും ഗുഡ് ടേക്ക് കെയർ ബ്രദർ. നോക്ക് ഗൈസ്, ഇത് റോഡാണോ അതോ എന്താണെന്ന് പറയാം. നമ്മളും കുഴിയിലേക്ക് ചാടിയിരിക്കുകയാണ്. ഞാനും കാലുകൊണ്ട് തുഴയാണ് കേട്ടോ. നമ്മൾ കടന്നു പോയി. It was a big task. It was a big task. So guys, നമ്മൾ വീണ്ടും ടാസ്കിലേക്ക് നമ്മൾ പെട്ടിരിക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ ഇതിലൂടെ ഓടിക്കാനായിട്ട്. നോക്ക്,
അങ്ങോട്ടുള്ള വഴികളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മഴ വരുമ്പോഴത്തേക്കിനും എല്ലാം നാശകോലമായി കിട്ടും. ചെളിക്കകത്തോടെ മുങ്ങിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കനാല് പോലെ വരുന്നിടത്ത് റോഡ് ക്രോസിന് വേണ്ടി കമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് വീണ്ടും ഇതുപോലെ നോക്ക് തകർന്ന് കിടക്കുന്നുണ്ടോ. അതാണ് വീണ്ടും പ്രശ്നം. കുണ്ടും കുഴിയായി കിടക്കുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു വെള്ളമൊഴുക്കില്ലാതെ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു തടിപ്പാലം തകർന്ന് കിടക്കുന്നതുണ്ടോ. യെസ് യെസ് യെസ്. So bridge totally spoiled. No car can come here. Oh, it's very very dangerous. See guys, ഈ പാലം തകർന്ന് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ പിറകിലൊരു സഹോദരൻ വരുന്നുണ്ട്, നോക്കാനുണ്ട്. ഒള്ളി മോഡ് ബൈക്ക്. ഇവിടെ ചെറിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തി കേട്ടോ. കുറച്ച് വീടുകളും കുറച്ച് ചെറിയ കടകളും ഒക്കെ ഉള്ള ചെറിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകാശെണ്ണം പോയത് ആ വഴി കൂടെയാണ് കേട്ടോ. അങ്ങോട്ട് ആ വഴി കൂടെയാണ് പോയത്. നമ്മൾ ഈ വഴി കൂടെ ഇങ്ങോട്ടും പോകുന്നത്. സോ അത് ചെറിയൊരു കമ്മ്യൂണിറ്റി കാര്യങ്ങളിലൊക്കെ നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മുടെ കാലൊക്കെ കണ്ട തകർന്ന് തരിപ്പണമായി. വണ്ടിയുടെ ഒക്കെ കോലം കണ്ട ഫേസ്. സോ ഫസ്റ്റാണ് ഗൈസ്. I'm a YouTuber, man. Your YouTube on? I have a channel. So ചെമ്പത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഒരു 3 ജംഗ്ഷനാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് ഇടത്തോട്ടുള്ള വഴി കൂടെയാണ് ടർജോൺ അല്ലെങ്കിൽ സാർപ്പോ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ അല്ലെങ്കിൽ ഗ്രാൻഡ് ജിയ ഏരിയയിലേക്ക് പോകുന്നത്. നമ്മളിവിടുന്ന് നേരെ ഇപ്പം ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വഴി ഇതുപോലൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ചെക്ക് പോയിൻറ്റും കാര്യങ്ങളും ഉണ്ട്. പൈസ ആവശ്യത്തിലധികം വാങ്ങിക്കുന്നുമുണ്ട്. എല്ലാത്തിനും പൈസയാണ്. ഓക്കെ ഗൈസ്. ഗൈസ് ഇവിടുത്തെ യാത്രകളിൽ എപ്പോഴും ഈ കമ്പൂട്ട് നിർബന്ധമാണ് കേട്ടോ. ഇതിന് തന്നെ റെയിൻ ബൂട്ട് എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ കാലിൽ കിടക്കുന്ന സാധനം അതിവിടെ നിർബന്ധമാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഇടപാട് തീരും. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഈ റെയിൻ ബൂട്ട് ഇല്ലാതെയാണ് ഇതിലെല്ലാം യാത്ര ചെയ്തത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ചപ്പൽ കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. നമ്മുടെ അത്ര തന്നെ പൊക്കമുള്ള കുണ്ടും കുഴിയാണ്. ഓക്കെ, ഇവിടെ ബൈക്കിന് ട്രാക്ക് ഉണ്ട് കേട്ടോ. ആ ട്രാക്ക് വഴിയാണ് നമ്മൾ പോകുന്നത്. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ പാളി കഴിച്ചു. Totally damaged. Bridges are damaged. ഇവിടെയൊക്കെ സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ വെള്ളത്തിനകത്തൊക്കെ സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള വണ്ടി മെഷീനറീസൊക്കെ വരുന്നുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. കുറേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴയൊന്നും അധികം കാണുന്നില്ല കേട്ടോ. ഇവിടെ കുറച്ച് റോഡൊക്കെ നല്ലതായിരുന്നു. ഇത് എടുത്തു തുടങ്ങിയപ്പോഴത്തേക്കിനും വീണ്ടും പഴയ പോലെ അവസ്ഥയിലേക്ക് തന്നെയാണ്. കുറച്ച് നല്ല ഏരിയ ഉണ്ടെന്ന് തോന്നും. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും റോഡ് രണ്ടായിട്ട് തിരിയുന്നു. അങ്ങനെ which area is that? The right side road? Yeah, we'll go to one of the community, we'll go west. Okay. Oh, okay. We'll go there? That's what I can. Get Waffle Kelly. Okay. Get Barton. Okay. So tomorrow we'll go that way, right? You'll wait till tomorrow. Tomorrow. Yeah, I will send for them to come. Okay. They will come to ours? Yeah, they will come to us. അടുത്ത ടാസ്കിലോട്ട് കടന്ന ഗൈസ്.
റോഡ് ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ. നമുക്ക് ബൈക്കിന് വേണ്ടി ട്രാക്ക് വെട്ടിയിട്ടിരിക്കുന്നുണ്ടാവും. ആ ട്രാക്കിൽ കൂടെ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. Just sit on back again. So guys, ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. സോ ഫ്രം ഹിയർ ടു ദർ ഫോർപ്പോ കമ്മ്യൂണിറ്റി ടു കിൽസ് ആഫ്റ്റർ ലോങ് ജേർണി. നമുക്ക് ഇവിടെ വീടുകളൊക്കെ ദൃശ്യമാകാൻ തുടങ്ങി. വഴിയൊക്കെ വഴിയിലെ ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങി. സോ ചെറിയ ഗ്രാമമൊക്കെ ദൃശ്യമാകാൻ തുടങ്ങി. വീടുകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്ന കേസ്. ഓൾമോസ്റ്റ് നമ്മൾ ഏകദേശം ദൂരം യാത്ര ചെയ്ത് കുറേ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇതൊരു പക്ക ഗ്രാമമാണ് കേട്ടോ. പക്ക ഒരു വനത്തിനുള്ളിലുള്ളൊരു ഗ്രാമമാണ്. സോ വളരെ മനോഹരമായിട്ടുള്ള ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയ. അടിപൊളിയാണ്. ഇപ്പോഴും മഞ്ഞൊക്കെ മൂടി നിൽപ്പുണ്ട്. മഴയ്ക്ക് വേണ്ടിയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ മഴ ഇല്ല. കുന്ന് കയറി എത്തുന്നത് എങ്ങോട്ടാണെന്ന് അറിയാതെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്കൂൾ റൈറ്റ്, Vocational school. ഇവിടെ ഒരു വൊക്കേഷണൽ സ്കൂൾ നമുക്ക് കാണാൻ ദൃശ്യമാവുന്നത് കേസ്. ഇവിടെ എനിക്കൊന്ന് സോളിംഗ് ഒക്കെ വിരിച്ച റോഡായിരുന്നു തോന്നുന്നുണ്ടോ. റോഡ് ടാറിങ്ങിന് വേണ്ടി ടാർ ചെയ്യാൻ വേണ്ടിയൊക്കെ സോളിംഗ് വിരിച്ച ഒരു പ്രതീതിയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വേറെ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. നല്ല നിരന്തരമായിട്ടുള്ള മഴയിൽ കുത്തിയൊലിച്ച് പോയതായിരിക്കും. നമുക്ക് ഉരുളൻ കല്ലുകളും നല്ല കരിങ്കല്ല് സോളിങ്ങൊക്കെ കിടക്കുന്നതിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മളങ്ങനെ ഫോർപ്പോ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു ടവറൊക്കെ വിസിബിൾ ആകുന്നുണ്ട്. പക്ഷെ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല എന്നാണ് ഞാൻ അറിയാൻ പറ്റുന്നത് കേട്ടോ. ചെറിയൊരു തകർന്ന തരിപ്പണമായ ഫ്രിഡ്ജും ബൈക്കും കട്ടയൊക്കെ കെട്ടിച്ചതാണ്. ഈ വീട് കഴിഞ്ഞ ദിവസങ്ങളിൽ പണിത വീടാണ്. Oh, you can't do my way. You can't do my way. Oh my God, കോണ്ടാക്ടോ. നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ സിറ്റി റൈറ്റ് ഫോർപ്പോ Paluquian City. Paluquian City.
സോ ഫൈനലി വി റീച്ച് പാലുക്കൻ സിറ്റി. നോക്കുക ഗൈസ്, മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ഇത്ര യാത്ര ചെയ്ത് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ സിറ്റിയിലേക്കാണ്. സിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഇവിടുത്തെ ഒരു സിറ്റിയാണ്, അതാണ് സിറ്റി. ഓക്കെ, സോ അവിടെ ആളുകളും Haji. താങ്ക് യു. സോ അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സോ ഐ റീച്ച് ഹിയർ സേഫ്ലി. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ ബൈ.